എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 1-ാം വാക്യം. യോഹന്നാൻ 13:1. പെസഹ പെരുന്നാളിന് മുൻപേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു പ്രഭാതമാണ് ദൈവം വീണ്ടും നമുക്ക് ദാനമായി നൽകിയിട്ടുള്ളത്. പലപ്പോഴും കലങ്ങിയ ഹൃദയങ്ങൾ, ക്ഷീണിച്ച മനസ്സ്, ആശങ്കകൾ, ഇതെല്ലാം നമ്മെ ഞെരുക്കുകയും ഭരിക്കുകയും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യാറുണ്ട്. നമ്മൾ വായിച്ച വേദഭാഗം തന്നോടുകൂടെ ജീവിച്ച ശിഷ്യന്മാർക്ക് കർത്താവ് എപ്രകാരമായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. 3.5 വർഷം തൻ്റെ കൂടെ കൊണ്ട് നടക്കുകയും പരിപാലിക്കുകയും ചെയ്ത ശിഷ്യന്മാരോട് കർത്താവ് അവസാനമായി പറയുന്ന ഉപദേശങ്ങളാണ് യോഹന്നാൻ 13, 14, 15, 16 അധ്യായങ്ങളിൽ കാണുന്നത്. താൻ ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അവർ നിരാശപ്പെടുന്നതിനുള്ള സാധ്യത കർത്താവ് മുന്നമേ കണ്ടിരുന്നു. അതുകൊണ്ട് അവരോട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് ഉപദേശിച്ചു. മനസ്സ് മടുത്ത് നമ്മൾ ക്ഷീണിച്ചു പോകാൻ ഏറെ സാധ്യതയുണ്ട്. പ്രവാചകന്മാരിൽ അഗ്രഗണ്യനായിരുന്ന ഏലിയാവിനും സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനെന്ന് കർത്താവ് വിശേഷിപ്പിച്ച യോഹന്നാൻ സ്നാപകനും ഹൃദയം കലങ്ങിപ്പോയ അവസ്ഥയുണ്ടായിട്ടുണ്ട്. വിശ്വാസിയുടെ ഹൃദയത്തെ ചഞ്ചലപ്പെടുത്തുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായി, തങ്ങൾ പാർക്കുന്ന ലോകം എപ്പോഴും ഒരു വിശ്വാസിയെ പകയ്ക്കുന്നു. യോഹന്നാൻ 15:18 അതിൻ്റെ സൂചന ഉണ്ട്. ലൗകികന്മാരല്ലാതെ ഈ ലോകത്തിൽ ജീവിച്ചാൽ ലോകം നമ്മെ വെറുക്കും എന്നുള്ളതിന് ഒട്ടും സംശയമില്ല. ദൈവിക പ്രമാണം നിമിത്തം ലോകത്തിൻ്റെ നടപ്പിൽ നിന്ന് മാറി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ലോകം പകയ്ക്കും. പകയ്ക്കുക മാത്രമല്ല, ഈ ലോകം നമ്മെ ഉപദ്രവിക്കും. ദൈവിക വഴിയിൽ ജീവിക്കുന്ന വിശ്വാസികൾ എക്കാലത്തും ലോകത്തിൻ്റെ മനസാക്ഷിക്ക് വെല്ലുവിളിയാണ്. രണ്ടാമതായി, വെല്ലുവിളികളെ അതിജീവിക്കാൻ ശക്തി ഇല്ലാതാക്കുന്ന ജഡത്തിൻ്റെ ബലഹീനത വിശ്വാസികളെ ഭാരപ്പെടുത്താറുണ്ട്. നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്ന അവസ്ഥ. മൂന്നാമതായി, വിശ്വാസിയെ അലട്ടുന്നത് ഒരു പൈശാചികമായ ഒരു കാര്യം, അല്ലെങ്കിൽ പൈശാചികനാണ്. ലോകത്തിൻ്റെ പ്രഭു ഹൃദയത്തിൻ്റെ സ്വസ്ഥത കെടുത്താൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ എല്ലാം നടുവിൽ ഹൃദയം കലങ്ങാതെ ഉറച്ച് നിൽക്കുന്നതിനുള്ള വഴികൾ ഈ പറഞ്ഞ 13, 14, 15, 16 അധ്യായങ്ങളിൽ കാണുന്നു. 1, മാറ്റമില്ലാത്ത ദൈവസ്നേഹം. അതാണ് നമ്മൾ വായിച്ചത്. ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. കലങ്ങി മറിയുന്ന ലോകത്തിൽ ദൈവസ്നേഹത്തിന് മാറ്റമില്ല. നിത്യസ്നേഹം കൊണ്ട് അവൻ നമ്മെ സ്നേഹിച്ചതിനാൽ തൻ്റെ സ്നേഹത്തിന് കുറവ് വരികയോ ദൈവത്തിൻ്റെ സ്നേഹവലയത്തിൽ നിന്ന് നാം പുറത്താക്കപ്പെടുകയോ ചെയ്യുന്നില്ല. അതുമാത്രമല്ല, വ്യവസ്ഥ കൂടാതെ ദൈവം നമ്മെ സ്നേഹിച്ചു. ആളെ നോക്കിയോ സാധ്യത നോക്കിയോ സ്നേഹിക്കുന്നതല്ല യഥാർത്ഥ സ്നേഹം. ക്രൂശിൽ കിടന്ന കള്ളനെയും തന്നെ വിട്ട് ഓടിപ്പോയ ശിഷ്യഗണത്തെയും കർത്താവ് ഒരുപോലെ സ്നേഹിച്ചു. ഇങ്ങനെ നമ്മെ സ്നേഹിക്കുന്നതിന്
തനിക്കുള്ളതെല്ലാം കർത്താവ് നൽകി. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും സമയങ്ങളിലും കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. ആത്മീയ അനുഭവങ്ങളിൽ ഉയർന്നു നിൽക്കുമ്പോൾ മാത്രമല്ല, നമ്മുടെ ബലഹീന നിമിഷങ്ങളിലും കർത്താവിൻ്റെ സ്നേഹത്തിന് കുറവ് വരുന്നില്ല എന്നുള്ളത് നമ്മുടെ ഹൃദയത്തെ കൂടുതൽ ഉറപ്പിക്കേണ്ടതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ദൈവം നമ്മെ ഉള്ളതുപോലെ അറിയുന്നു. തൻ്റെ ജീവനെ കർത്താവിന് വേണ്ടി വെച്ച് കളയാൻ ഒരുക്കമാണെന്ന് പത്രോസ് പറയുമ്പോഴും അവൻ തള്ളിപ്പറയുമെന്നും പിന്മാറുമെന്നുമുള്ള വസ്തുത കർത്താവ് അറിഞ്ഞിരുന്നു. കുഞ്ഞുങ്ങളുടെ ബലഹീനതകൾ മാതാപിതാക്കൾ അറിയുന്നതിന് ഉപരിയായി ദൈവം നമ്മുടെ ബലഹീനതകളെ നന്നായി അറിയുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവെന്ന് 103 സങ്കീർത്തനത്തിൽ വായിക്കുന്നു. നമ്മുടെ ബലഹീനതകളും കുറവുകളും മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ സാധ്യതകളെയും അവൻ അറിയുന്നു. ശീമോൻ പത്രോസ് പിന്മാറുകയും തള്ളിപ്പറയുകയും ചെയ്യുമെന്ന് മാത്രമല്ല, തിരിഞ്ഞു വന്ന സഹോദരന്മാരെ ഉറപ്പിക്കുമെന്നും കുഞ്ഞാടുകളെ മേയിക്കുന്ന ശ്രേഷ്ഠനായ ഒരു അപ്പോസ്തലനായി മാറുമെന്നും കർത്താവ് അറിഞ്ഞിരുന്നു. ലോകത്തിലുള്ളവർ നമ്മുടെ ബലഹീനതകൾ മാത്രം അറിയുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ സാധ്യതകളെയും അറിയുന്നു. 3, ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നും സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ അയക്കുമെന്നും കർത്താവ് പറഞ്ഞു. യോഹന്നാൻ 14 16-18 വാക്യങ്ങളിലാണത്. ശിഷ്യന്മാർക്ക് കർത്താവിൻ്റെ ശാരീരിക സാന്നിധ്യം ഉണ്ടായിരുന്നു. അതവർക്ക് സന്തോഷമായിരുന്നു. എന്നാൽ വരും കാലങ്ങളിൽ തൻ്റെ ആത്മാവ് അവരിൽ സ്ഥിരമായി വാസം ചെയ്യുമെന്ന് കർത്താവ് ഉറപ്പിച്ചു പറഞ്ഞു. ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവർ അവനുള്ളവരും അവൻ്റെ ഉപദേശത്തിൽ നടക്കുന്നവരുമത്രേ എന്ന് റോമാലേഖനം 8 പൗലോസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെ അനുകരിക്കുന്നതിനും ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനും ശക്തി നൽകുന്നു. 4, ക്രിസ്തുവിൻ്റെ സമാധാനം. ഹൃദയം കലങ്ങാതിരിക്കാൻ ദൈവം നമുക്ക് തൻ്റെ സമാധാനം നൽകിയിരിക്കുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, യോഹന്നാൻ 14:27 ശിഷ്യന്മാരോട് പറയുകയാണ്. ജീവിത സാഹചര്യങ്ങളിലുള്ള കൊടുങ്കാറ്റുകളെല്ലാം ശാന്തമാക്കും എന്നുള്ള വാഗ്ദത്തം നമുക്ക് തന്നിട്ടില്ല. എന്നാൽ കൊടുങ്കാറ്റുകളുടെയും ഇളക്കങ്ങളുടെയും നടുവിൽ ശാന്തമായ ഒരു ഹൃദയം കർത്താവ് വാഗ്ദത്തം ചെയ്യുകയാണ്. അക്ഷമരാകാതെ, പ്രകോപിതരാകാതെ, അനീതിയുള്ള വിസ്താരത്തിൻ്റെയും ക്രൂശിൽ അനുഭവിക്കുന്ന ക്രൂരതയുടെയും നടുവിൽ ശാന്തമായി നിൽക്കാൻ മതിയായ സമാധാനം ദൈവം നമുക്ക് നൽകുന്നു. റോബർട്ട് ഗ്രോമാക്കി എന്ന മിഷണറിയെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. അദ്ദേഹം കുടുംബമായി ഒരു കാറിൽ സഞ്ചരിക്കുമ്പോൾ ഒരു വലിയ അപകടത്തിൽപ്പെട്ടു. സുബോധമുണ്ടെങ്കിലും വാരിയെല്ലുകളെല്ലാം ഒടിഞ്ഞ് വേദനയോടെ സംസാരിക്കാനോ കരങ്ങളെ ചലിപ്പിക്കാനോ കഴിയാതെ സ്റ്റിയറിംഗ് വീലിൽ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു അദ്ദേഹം. തൻ്റെ അടുത്തിരുന്ന് കരയുന്ന ഭാര്യയോടോ ഡാഡി മരിച്ചുപോയി എന്ന് പറഞ്ഞു കരയുന്ന തൻ്റെ 12 വയസ്സുള്ള മകനോടോ മറുപടി പറയുന്നതിന് തനിക്ക് കഴിവില്ലായിരുന്നു. എന്നാൽ അവിടെ കിടന്നുകൊണ്ട് തൻ്റെ കുടുംബത്തെ മുഴുവൻ കർത്താവിൻ്റെ കാര്യത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം തൻ്റെ ഹൃദയത്തെ നിറച്ചു എന്ന് സുഖമായി പുറത്തു വന്നപ്പോൾ അദ്ദേഹം സാക്ഷീകരിച്ചിട്ടുണ്ട്. സംസാരിക്കാൻ ശക്തിയില്ലാതെ, പ്രതികരിക്കാൻ ശക്തിയില്ലാതെ ഇരിക്കുമ്പോഴും തന്നോടടുത്ത് വന്ന് ആശ്വസിപ്പിച്ച് സമാധാനം നൽകുന്ന ദൈവം നമ്മുടെ സാഹചര്യങ്ങൾ അറിയുന്ന ദൈവമാണ്. നമ്മുടെ സാഹചര്യങ്ങൾ കഠിനമായിരിക്കാം, എന്നാൽ നമ്മുടെ ഉള്ളിൽ സമാധാനം നൽകാൻ ദൈവത്തിന് കഴിയും. കാറ്റും കോളും പടകിനെ ഉലയ്ക്കുമ്പോൾ അതിൽ തൻ്റെ സാന്നിധ്യം കൊണ്ട് ക്രിസ്തു തൻ്റെ സമാധാനം നമുക്ക് അവകാശമായി നൽകുന്നു. പുതിയ ദിനത്തിൻ്റെ പ്രഭാതം നമുക്ക് കൂടുതൽ ശക്തിയും പ്രതീക്ഷയും സമാധാനവും നൽകുന്ന ദൈവത്തിൻ്റെ വചനമാണ് ലഭിച്ചിരിക്കുന്നത്.
ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ തിരിച്ചറിവോടുകൂടി ജീവിപ്പാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, വാഴ്ത്തപ്പെട്ടവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതം ദാനമായി നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ തിരുവചനത്തിനായി സ്തോത്രം. അവിടുത്തെ സമാധാനവും സ്നേഹവും സാന്നിധ്യവും ഞങ്ങൾക്ക് ദിനംതോറും നൽകുന്നതോർത്ത് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളെയും ദാനം ചെയ്യണമേ. ക്രിസ്തുവിൻ്റെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, അവിടുത്തെ സാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങളെല്ലാവരെയും ഒരുപോലെ ഇടയാക്കണമേ. അവിടുന്ന് ഞങ്ങളെ ലോകത്തിൽ അവസാനം വരെയും സ്നേഹിക്കും ദൈവമെന്ന് വാഗ്ദത്തം നൽകിയിരിക്കുന്നുവല്ലോ. നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൻ്റെ എല്ലായിടങ്ങളിലും അവിടുന്ന് കൂടെ ഇരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വിശേഷമായി പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും പുതിയ ദിനങ്ങൾ കർത്താവ് പ്രിയപ്പെട്ടവരുടെ ആയുസ്സിൽ നൽകണമേ. യേശു മിശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കരുണയും കാവലും കൃപയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.